അങ്ങനെയൊന്നുമില്ല. സായി പറഞ്ഞില്ല, ഞാൻ ഓൾറെഡി ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത് സായി നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ കുറച്ചും കൂടി റിയലൈസ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഫോണില്ല, ഫുൾ ടൈം ഫോണിലായിരുന്നു, ഫോണില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് ഫോണില്ലാത്തതും പിന്നെ ഫാമിലിയുടെ കൂടെ ഇങ്ങനെ കുറേ ഇരുന്നപ്പോൾ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയപ്പോൾ പിന്നെ മാറിയിട്ടുണ്ടാവും എന്തായാലും. അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളാറുണ്ട്. അത് വലിയ പ്രത്യേകമൊന്നുമില്ല. ഞാനുള്ള സമയത്താണെങ്കിൽ ട്രോളാറുണ്ട് നല്ലോണം. ബിഗ് ബോസിന് പുറത്ത് സായി ചേട്ടൻ ഒരു സിംഹവും അകത്തൊരു പൂച്ചയും അങ്ങനെയൊന്നുമില്ല. സായി പുറത്തിറങ്ങി വീണ്ടും സിംഹമാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സായി പഴയ സീക്രട്ടേറ്റ് ഉണ്ടാവും. ഈ പെട്ടി എടുത്തത് നല്ലൊരു ഗെയിം പ്ലാൻ ആയിട്ട് തോന്നുന്നുണ്ട്. നല്ല ഗെയിം പ്ലാൻ. കാരണം മേ ബി വിചാരിച്ചിട്ടുണ്ടാവും ടോപ്പ് 5 അല്ലെങ്കിൽ വരില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് കുറെ നേരം നമ്മൾ കണ്ടല്ലോ, 10-15 മിനിറ്റ് തന്നെ എടുത്തു. അത് നല്ല തീരുമാനമായിട്ടാണ്. നല്ല തീരുമാനം. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, എനിക്ക് ടോപ്പ് 5 കപ്പടിക്കണം നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി കപ്പെടുത്തു പോന്നു. അത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് താടി മീശൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മാറി, എനിക്ക് കുഴപ്പമില്ല. ഇനി വരുമല്ലോ, അത്രേ ഉള്ളൂ. അങ്ങനെ ഒന്ന് അത് നിങ്ങൾ ട്രോളിയിട്ട് പറയല്ലേ, കണ്ണെന്നാണ് വീട്ടിൽ വിളിക്കുക, അത്രേ ഉള്ളൂ. ഇനി വേറെ ചോദ്യം വേണ്ട. പണപ്പെട്ടി എടുത്തൊന്ന് തീരുമാനം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ശരിയാണ്. നല്ലൊരു ഗെയിമറിലായിരുന്നു. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാന്നെങ്കിലോ? അങ്ങനൊന്നുമില്ല. സായിന്റെ തീരുമാനം അതായിട്ട് ഞാൻ ഹാപ്പിയാണ്. മേ ബി ടോപ്പ് 5 വരുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാവും പണപ്പെട്ടിട്ടുണ്ടാവും. സായി പ്ലാൻ ചെയ്ത പോലെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ബിഗ് ബോസിൽ പ്ലാൻ ചെയ്ത പോലെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ കുറെ എക്സ്പെക്ട് ചെയ്തിരുന്നു. മേ ബി അവിടെ ചെന്നപ്പോൾ അറിയാലോ, ബിഗ് ബോസ് ഹൗസ് പുറത്ത് കാണുന്ന പോലെയല്ല. അതുകൊണ്ട് ഒരു പ്രഡിക്ഷൻ പറയാൻ പറ്റും, ആരായിരിക്കും വിന്നറാൻ ചാൻസ് ഉള്ളത്? ഒരു പ്രഡിക്ഷൻ ജസ്റ്റ് എന്ന് പറയാൻ പറ്റും? എനിക്ക് അങ്ങനെ പ്രഡിക്ഷൻ ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ആവും. അല്ല എങ്കിലും ഞാൻ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരും പറയും? സിജോ ജയിക്കണം.